Assalamu alaikum warahmatullah. How are you, dears? We fine? Okay, we completed chapter 6. Do you remember? Today we can explain the notes of that lesson. Okay, I think you all write that notes in your fair note. Is it? Then you open that fair note and listen. Okay, chapter 6, A Visit to the South. The name of the lesson is A Visit to the South. First we have fill in the blanks. Fill in the blanks. Question number 1. Dash is also known as Dakshin Ganga. Dash is also known as Dakshin Ganga. Dakshin Ganga എന്നറിയപ്പെടുന്ന ഇത് dash ആണ്. What is the answer? Answer is river Godavari. Which river? River Godavari. Okay, second question. The central highlands are divided into dash and dash plateaus. Then central highlands are divided into dash and dash plateaus. What are the answer? Malwa plateaus and Chota Nagpur plateaus. അപ്പം central highlandനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്? രണ്ടായിട്ട്. What are they? Malwa plateaus and Chota Nagpur plateaus. Okay. Then third question. The river dash divides the southern plateau into two parts. അപ്പം ഏത് റിവറാണ് സദേൺ പ്ലാറ്റൂസിന് രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്? നർമ്മദ റിവർ. വാട്ട് ഇസ് ആൻസർ? നർമ്മദ റിവർ. ഓക്കെ. ഫോർത്ത് വൺ. ഡാഷ് ആർ ദ സോഴ്സ് ഓഫ് വാട്ടർ ഫോർ ഇറിഗേഷൻ. ഡാഷ് ആർ ദ സോഴ്സ് ഓഫ് വാട്ടർ ഫോർ ഇറിഗേഷൻ. അപ്പം നമ്മൾ ഇറിഗേഷന് വേണ്ടിയിട്ടുള്ള വാട്ടറിൻ്റെ സോഴ്സ് ഏതാണ്? റിവേഴ്സ് ആണ്. വാട്ട് ഇസ് ആൻസർ? റിവേഴ്സ്. ഓക്കെ. Fifth one, the Deccan Plateau also known as the dash. Deccan Plateauവിന് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്? പെനിൻസുലാർ പ്ലാറ്റു. എന്താണ്? പെനിൻസുലാർ പ്ലാറ്റു. ഓക്കെ. വൺസ് മോർ, dash is also known as the Dakshin Ganga, river Godavari. Central highland are divided into dash and dash plateaus. എന്താണ്? Malwa and Chota Nagpur plateaus. The river dash divides the southern plateau into two parts. River Narmada. Okay. Dash are the source of water for irrigation. Rivers. The answer? Rivers. Then Deccan Plateau is also known as Peninsular Plateau. Okay. Second portion we have answered the following. Question number 1. Name any 3 rivers in the southern plateau. സദേൺ പ്ലാറ്റൂസിലൂടെ ഒഴുകുന്ന ഏതെങ്കിലും 3 റിവറിൻ്റെ പേര്. നമ്മൾ ഒരുപാട് റിവർ പഠിച്ചല്ലേ? ദ ആൻസർ ഇസ് കാവേരി, കൃഷ്ണ, നർമ്മദ, ദെൻ മഹാനദി, ഗോദാവരി, ഇതെല്ലാം ഉണ്ട്. ഏതെങ്കിലും 3 എഴുതുക. കാവേരി, കൃഷ്ണ ആൻഡ് നർമ്മദ. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. റൈറ്റ് എ ഷോർട്ട് നോട്ട് എബൌട്ട് ദ മാൾവ പ്ലാറ്റു. മാൾവ പ്ലാറ്റുവിനെ കുറിച്ചൊരു ഷോർട്ടായിട്ടൊരു നോട്ട് എഴുതുക. ഓക്കെ. Answer is the Malwa Plateau lies between the Aravalli Hills and the Vindhyachal range. The Malwa Plateau. നിങ്ങൾ മിസ് റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ നോട്ടിൽ ശ്രദ്ധിച്ചിരിക്കുക. എങ്കിൽ മാത്രമേ ആ വേർഡ് കറക്റ്റിന് വായിക്കാൻ പറ്റുകയുള്ളൂ കേട്ടോ. The Malwa Plateau lies between the Aravalli Hills and the Vindhyachal range. മാൽവ പ്ലാറ്റു എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആരവല്ലി ഹില്ലിൻ്റെയും വിന്ധ്യാചൽ റേഞ്ചിൻ്റെയും ഇടയിലായിട്ടാണ് മാൽവ പ്ലാറ്റു സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ് ഈസ് സ്പ്രെഡ് അക്രോസ് രാജസ്ഥാൻ ആൻഡ് മധ്യപ്രദേശ്. ഇറ്റ് ഈസ് സ്പ്രെഡ് അക്രോസ് രാജസ്ഥാൻ ആൻഡ് മധ്യപ്രദേശ്. ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ. റൈറ്റ് അബൌട്ട് ദ ചോട്ടാ നാഗ്പൂർ പ്ലാറ്റു. ചോട്ടാ നാഗ്പൂർ പ്ലാറ്റുവിനെ കുറിച്ച് ഒരു ഷോർട്ടായിട്ട് നോട്ട് ചെയ്താൽ. ആൻസർ ഈസ് ദ ചോട്ടാ നാഗ്പൂർ പ്ലാറ്റു ലൈസ് ഇൻ ഈസ്റ്റേൺ ഇന്ത്യ. ഇറ്റ് ഈസ് ഇൻ ഈസ്റ്റേൺ ഇന്ത്യ. It covers a large part of Jharkhand and spread across Odisha and Chhattisgarh. Okay. അപ്പോൾ എന്താണ്? It lies in eastern India. It covers a large part of Jharkhand. അപ്പോൾ എന്താണ്? ജാർഖണ്ഡിൻ്റെ ഒരു ലാർജ് പാർട്ടും കൂടാതെ എവിടെയൊക്കെയാണ് സ്പ്രെഡ് ആയിരിക്കുന്നത്? ഒഡീഷ ആൻഡ് ഛത്തീസ്ഗഡ്. ഓക്കെ. ഫോർത്ത് ക്വസ്റ്റ്യൻ. നെയിം എനി 2 വാട്ടർഫാൾസ് ഇൻ ദ ഡെക്കാൻ പ്ലാറ്റു. ഏതെങ്കിലും 2 വാട്ടർഫാൾ എഴുതാൻ. എവിടെയുള്ളതാണ്? ഡെക്കാൻ പ്ലാറ്റുവിലുള്ളത്. ആൻസർ ഈസ് ജോഗ് ഫാൾസ് ഇൻ കർണാടക. എന്താണ്? ജോഗ് ഫാൾസ് ഇൻ കർണാടക ആൻഡ് ദ ഹോഗ്നക്കൽ ഫാൾസ് ഇൻ തമിഴ്നാട്. ഹോഗ്നക്കൽ ഫാൾസ് ഇൻ തമിഴ്നാട്. ഓക്കെ. ഫിഫ്ത്ത് വൺ. വാട്ട് ആർ കോൾഡ് കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഐലൻഡ്.
എന്താണ് കോസ്റ്റൽ പ്ലെയിനും ഐലൻഡും എന്താണെന്ന് എഴുതാൻ. രണ്ട് ക്വസ്റ്റ്യൻ ആയിട്ടാണ്, പക്ഷേ ഇവിടെ ഒന്നായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം കോസ്റ്റൽ പ്ലെയിൻ എന്താണെന്ന് ആദ്യം നമുക്ക് ഒരു പാരഗ്രാഫായിട്ട് എഴുതാം. ഓക്കെ, എ പീസ് ഓഫ് ലാൻഡ് ബോർഡറിങ് എ സീ ഓർ ആൻ ഓഷ്യൻ ഈസ് നോൺ ആസ് എ കോസ്റ്റ്. അപ്പം എന്താണ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ? എ പീസ് ഓഫ് ലാൻഡ് bordering a sea or an ocean is known as a coast. Then the Indian coastline is divided into eastern coastal plain and western coastal plain. Okay, once more, a piece of land bordering a sea or an ocean is known as a coast. Then the Indian coastline is divided into eastern coastal plain and western coastal plain. Okay, then what are called island എന്നും കൂടി ഉണ്ടായിരുന്നില്ല അതിനകത്ത്. A piece of land surrounded by water on all sides is known as an island. എന്താണ്? A piece of land surrounded by water on all sides is known as an island. The two main group of islands in India are the Andaman and Nicobar Island. Andaman and Nicobar Islandum and the Lakshadweep Island. ഇപ്പോൾ രണ്ട് ഐലൻഡ് ഏതൊക്കെയാണ്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്, അതൊരു ഐലൻഡും. ദെൻ അനദർ വൺ ഈസ് ലക്ഷദ്വീപ് ഐലൻഡ്. Then once more I explain. Answer the following. അതിൽ വണ്ണ്, the three rivers in southern plateau. What are they? Kaveri, Krishna and Narmada. Then ഈ മാൽവ പ്ലാറ്റുവിനെ കുറിച്ച് ഷോർട്ടായിട്ട് നോട്ട്. മാൽവ പ്ലാറ്റു ലൈസ് ബിറ്റ്വീൻ ദ ആരവല്ലി ഹിൽസ് ആൻഡ് ദ വിന്ധ്യാചൽ റേഞ്ച്. ഇറ്റ് ഈസ് സ്പ്രെഡ് അക്രോസ് രാജസ്ഥാൻ ആൻഡ് മധ്യപ്രദേശ്. ഓക്കെ, റൈറ്റ് അബൌട്ട് ദ ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റു. എന്താണ് ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റു എന്ന് പറഞ്ഞാൽ? ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റു ലൈസ് ഇൻ ഈസ്റ്റേൺ ഇന്ത്യ. It covers a large part of Jharkhand and spread across Odisha and Chhattisgarh. Okay. Name any two waterfalls in the Deccan Plateau. ഏതെങ്കിലും രണ്ട് വാട്ടർഫാൾസ് എഴുതാൻ. ഏതൊക്കെയാണ്? ജോഗ് ഫാൾസ് ഇൻ കർണാടക. ജോഗ് ഫാൾസ് ഇൻ കർണാടക. ജോഗ് ഫാൾസ് ഇൻ കർണാടക. And Hogenakkal Falls in Tamil Nadu. Okay, ഇപ്പം ഫേമസ് ആയിട്ടുള്ള വാട്ടർഫാൾസ് ആണ് ജോഗ് ഫാളും then Hogenakkal Falls. Okay, then coastal plain and island. A piece of land bordering a sea or an ocean is known as a coast. The Indian coastline is divided into eastern coastal plain and western coastal plain. Then a piece of land surrounded by water on all sides is known as an island. And the two main group of island are Andaman and Nicobar Island and the Lakshadweep Island. Okay, this much only the notes of chapter 6. Then all of you write the notes well in your fair note and practice in your old note. Okay, inshallah we can meet in the next class. Assalamu alaikum.